ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സോ ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ്സാണ്, അത് ചൂടുവെള്ളത്തിലിട്ടിട്ടാണ് കുടിക്കൽ. ഇന്നിപ്പോൾ മടിയായതുകൊണ്ട് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ കുടിച്ചു. ഇത് സ്കിന്നിനും ഹെയറിനും എല്ലാം നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയും മോൺഫിൽസാണ് കേട്ടോ കഴിക്കുന്നത്. ഈ സമയത്താണ് കേട്ടോ ഞാൻ ഫോണെല്ലാം ഒന്ന് നോക്കലത്. പിൻട്രസ്റ്റിൽ കുറേ റെസിപ്പീസും എല്ലാം ഒന്ന് നോക്കലത് ഈ ടൈമിലാണ്. ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, ഇല്ലെങ്കിൽ ഞാൻ ഈ ഫോണിൽ ഞാൻ എഡിറ്റ് ചെയ്യലത്. മറ്റേ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഈ ഫോണിൽ തന്നെയാണ് ചെയ്യൽ. പിന്നെ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ എനിക്ക് ഇൻവിറ്റേഷൻ കാർഡ് ചെയ്യാനുണ്ടായിന്. ഇത് കുറച്ചധികം തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ A3 പ്രിൻ്റ് എടുത്തതാണ്. സോ നിങ്ങൾക്കും ഇതുപോലെ ഇൻവിറ്റേഷൻ കാർഡും ഹാമ്പേഴ്സും ബൊക്കറ്റ്സും എല്ലാം വേണമെന്നുണ്ടെങ്കിൽ, സ്പെഷ്യൽ ഒക്കേഷൻസിൽ നിങ്ങളെ സ്പെഷ്യൽ വൺസിനെ ഹാപ്പി ആക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ DM ചെയ്യുക. പിന്നില്ലേ പേപ്പർ കട്ടർ ഇല്ലാണ്ട് തന്നെ ഇതുപോലെയുള്ള കാർഡ്സും പേപ്പേഴ്സും പ്രിൻ്റ് ഔട്ട്സും എല്ലാം നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. മറിച്ചാൽ കത്രിക വെച്ച് മുറിക്കുമ്പം എങ്ങനെയും പെട്ടെന്നാവില്ല. ഇതിപ്പോൾ ഞാൻ പകുതി മാത്രമേ ചെയ്തെടുത്തിട്ടു, ഇനിയും കുറച്ചൊന്നും ചെയ്യാനുണ്ട്. അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിന് വേറൊരാവശ്യത്തിന്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ടൗണിലെത്തിയിട്ട് ഞാൻ വേറൊരാവശ്യത്തിനാണ് വന്ന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷോപ്ലെക്സിൽ കയറിച്ച് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ടായിന്. അതെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ച്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ടാണ് കേട്ടോ കിവി. ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ വന്നാലും അത് തന്നെയാണ് കേട്ടോ വാങ്ങലത്. പിന്നെ ഞാൻ തിരിച്ചിട്ട് പുരയിലേക്ക് തന്നെ പോയി. പിന്നെ വൈകുന്നേരം ചായ വെക്കാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിൽ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് കാണുന്നത്. ഇത് ഞാൻ കുറച്ചായി വാങ്ങിയിട്ട് ലോഡഡ് ഫ്രൈസ് അങ്ങനെ എന്തോ ഉണ്ടാക്കാൻ വാങ്ങിയതാണ്. പിന്നെ അത് ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ ചായക്ക് ഫ്രഞ്ച് ഫ്രൈസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പൊട്ടിച്ച് വെക്കുമ്പോൾ അതിൽ സീസണിങ് ഉണ്ടായിരുന്നു 3 എണ്ണം. അല്ലെങ്കിൽ ഞാനിതെല്ലാം വാങ്ങൽ, വേറെ ഇതാണ് വാങ്ങില്ലേ. ഇപ്പോൾ ഇതിൽ നോക്കുമ്പം ഇത് എനിക്ക് ഫസ്റ്റായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഇത് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുത്തതാണ്, ഓയിലൊന്നും പൊരിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ എയർ ഫ്രൈ ചെയ്തെടുത്ത്. അങ്ങനെ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. അപ്പം ഞാൻ അതിലേക്ക് ആ സീസണിങ് പൊട്ടിച്ചിട്ടിട്ട് കൊടുത്ത്. പക്ഷെ അത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിട്ടില്ല, വെറുങ്ങനെ തിന്നാനാണ് പാങ്ങുണ്ടായത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്തിട്ടു. താങ്ക്സ് ഫോർ വാച്ചിങ്.